ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റവ കൊണ്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, ശരിക്കും ഉടച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം, ചെറിയൊരു കപ്പോളം റവ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ളത്, അതുപോലെ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുറവുണ്ടെങ്കിൽ രണ്ടാമത് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതാ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത് വെള്ളത്തിലല്ല, തൈരിലാണ്. പുളി കുറഞ്ഞ തൈര്, അത് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കയ്യിലൊരു എണ്ണമയം വരുന്ന ആ ഒരു ഇതിൽ മതി കേട്ടോ, തൈര് അങ്ങനെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആ തൈരിൻ്റെ പുളി കുറവാണ്, എന്നാലും ഒരു വെള്ള പുളിയും കൂടെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് മാവിൻ്റെ. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ റോളായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തടകിയിട്ട് ഇത് ഇതാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കയ്യിൽ. ഈ ഒരു ഷേപ്പിൽ നമുക്കിത് മാവ് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഫുള്ള് ഇതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് കോരി മാറ്റാണ്. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ, ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ഇത് കോരിയെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ റവ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.